ഹായ് എവ്രി വൺ. BEG LA 138ൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. വാട്ട് ഈസ് റീഡിംഗ്, കമ്പണൻസ് ഓഫ് റീഡിംഗ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ്. ഈ ഒരു 3 ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് റീഡിംഗ്. Reading is a complex mental process through which we decode written or printed symbols and derive meaning ഫ്രം ദം. അപ്പം റീഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു കോംപ്ലെക്സ് മെൻ്റൽ പ്രോസസ്സാണ് അല്ലേ. നമുക്കറിയാം റീഡിംഗ് എന്ന് പറയുന്നത് മൈൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, മൈൻഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം റീഡിംഗ് ഈസ് എ കോംപ്ലെക്സ് മെൻ്റൽ പ്രോസസ് ത്രൂ വിച്ച് അല്ലേ, ആ ഒരു പ്രോസസ്സിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, വിച്ച് വി ഡീകോഡ് റിട്ടൺ ആൻഡ് പ്രിൻറ്റഡ് സിമ്പിൾസ് ആൻഡ് ഡിറൈവ് മീനിങ് ഫ്രം ദം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു മെൻ്റൽ പ്രോസസ്സിലൂടെ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്? റിട്ടൺ അതുപോലെ തന്നെ പ്രിൻറ്റഡ് വേർഡ്സിൽ നിന്നും ആൽഫബറ്റിൽ നിന്നും സിമ്പിൾസിൽ നിന്നും നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് അല്ലേ. എന്താ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്നത്? മീനിങ് അല്ലേ. അപ്പം സിമ്പിൾസിൽ നിന്നും ആൽഫബറ്റിൽ നിന്നും വേർഡ്സിൽ നിന്നും നമ്മൾ മീനിങ്ങിനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റീഡിംഗ് അല്ലേ. അപ്പം ഏതൊക്കെയാണ് സിമ്പിൾസ്? റിട്ടൺ ഓർ പ്രിൻറ്റഡ് സിമ്പിൾസ് ആണ്. എത്തരത്തിലുള്ള സിമ്പിൾസ് എന്നാണ് നമ്മൾ മീനിങ് കണ്ടെത്തുന്നത്? റിട്ടൺ ഓർ പ്രിൻറ്റഡ് അല്ലേ. അപ്പം ഇങ്ങനെ റിട്ടൺ ഓർ പ്രിൻറ്റഡ് സിമ്പിൾസിൽ നിന്നും നമ്മൾ മെൻ്റൽ പ്രോസസ്സിലൂടെ മീനിങ് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇത് റീഡിങ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം, റിട്ടൺ വേർഡ്സിൽ നിന്നും നമ്മൾ മീനിങ് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റീഡിങ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി ബട്ട് എ ലൈഫ് ലോങ് സ്കിൽ യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫ് അല്ലേ. ഇപ്പം നമുക്ക് കാണാം, റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാറുള്ളത്. ക്ലാസ്സിലാണ് സാധാരണ നമ്മൾ റീഡിംഗ് നടത്താറുള്ളത്. അപ്പം ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി ബട്ട് എ ലൈഫ് ലോങ് സ്കിൽ യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫ്. അപ്പം നമ്മൾ എവറിഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കില്ലാണ് ഈ പറയുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. ഇനി നോക്കാം, വാട്ട് ആർ ദി കമ്പണൻസ് ഓഫ് റീഡിംഗ്. റീഡിങ്ങിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് കമ്പണൻ്റ് ആണ് വേർഡ് റെക്കഗ്നീഷൻ അല്ലേ. അപ്പം റെക്കഗ്നീഷൻ ഓഫ് വേർഡാണ് ഫസ്റ്റ് കമ്പണൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം റീഡിങ്ങിൻ്റെ കമ്പണൻ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കമ്പണൻ്റ് എന്ന് പറയുന്നത് വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താ ഈ വേർഡ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്? എബിലിറ്റി ടു കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ആൻഡ് പ്രൊനൗൺസ് റിട്ടൺ വേർഡ്സ് അല്ലേ. അപ്പം നമ്മളൊരു റീഡിങ് നമ്മൾ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിന് ഫസ്റ്റ് കമ്പണൻ്റ് ആണ് എബിലിറ്റി ടു കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ആൻഡ് പ്രൊനൗൺസ് റിട്ടൺ വേർഡ്സ്. അപ്പോൾ റിട്ടൺ വേർഡ്സിനെ അല്ലേ, നമുക്കറിയാം നമ്മളൊരു റീഡിങ് നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യണം? റിട്ടൺ വേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് പഠിച്ചിരിക്കണം അല്ലേ. ആ ഒരു പ്രൊനൗൺസിയേഷൻ എങ്ങനെ പഠിച്ചാൽ മാത്രമേ റീഡിങ് പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പം റീഡിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് കമ്പണൻ്റ് ആണ് വേർഡ് റെക്കഗ്നീഷൻ. ഇറ്റ് മീൻസ് എബിലിറ്റി ടു കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ആൻഡ് പ്രൊനൗൺസ് റിട്ടൺ വേർഡ്സ്. രണ്ടാമത്തെ കമ്പണൻ്റ് ആണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വേർഡ്സ് കമ്പൈൻ ഇൻ ടു മീനിങ് ഫുൾ സെൻറ്റൻസസ്. ഇപ്പം നമുക്കറിയാൻ സാധിക്കും, ഓരോ വേർഡ്സുകളും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് മീനിങ് ഫുൾ സെൻറ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ രണ്ടാമത്തെ കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഹൗ വേർഡ്സ് കമ്പൈൻ ഇൻ ടു മീനിങ് ഫുൾ സെൻറ്റൻസ്. അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഡിഫറെൻറ്റ് വേർഡ്സുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് മീനിങ് ഫുൾ സെൻറ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വേർഡ്സ് കമ്പൈൻ ഇൻ ടു മീനിങ് ഫുൾ സെൻറ്റൻസ്. ഓക്കെ, മറ്റൊന്നാണ് കോംപ്രിഹെൻഷൻ, ഗ്രാസ്പിംഗ് ദ മെസ്സേജ് ഓർ ഐഡിയ കൺവേഡ് ബൈ ദി ടെക്സ്റ്റ് അല്ലേ. അപ്പം കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഗ്രാസ്പിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, ദ മെസ്സേജ് ഓർ ഐഡിയ കൺവേഡ് ബൈ ദി ടെക്സ്റ്റ്. അപ്പം റീഡിങ്ങിൻ്റെ മറ്റൊരു കമ്പോണൻ്റ് ആണ് ഗ്രാസ്പ് ചെയ്യുക, ഒരു മെസ്സേജിനെ, ഐഡിയാസിനെ, സെൻറ്റൻസിൽ കൺവേ ചെയ്തിട്ടുള്ള മെസ്സേജിനെ, ഐഡിയാസിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞത് വേർഡിനെ റെക്കഗ്നൈസ് ചെയ്യുക, രണ്ടാമത്തത് സെൻറ്റൻസിനെ മനസ്സിലാക്കുക,
മൂന്നാമത്തത് കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ മീൻസ് ആ ഒരു സെൻറ്റൻസിൽ വരുന്ന ഐഡിയാസിനെ, കോൺസെപ്റ്റിനെ, മെസ്സേജിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. നാലാമത്തെ കമ്പണൻ്റാണ് ഫ്ലുവൻസി. അപ്പം റീഡിങ് സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസിനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലുവൻ്റ് ആയിരിക്കണം അല്ലേ. ഫ്ലുവൻസി മറ്റൊരു കമ്പണൻ്റാണ്. റീഡിങ് സ്മൂത്ത്ലി വിത്ത് പ്രോപ്പർ സ്പീഡ് ആൻഡ് എക്സ്പ്രഷൻ വിതൗട്ട് സ്റ്റോപ്പിംഗ് ടു മച്ച് അല്ലേ. അപ്പം നാലാമത്തെ കമ്പണൻ്റാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഈ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ റീഡിങ് സ്മൂത്ത് റീഡിംഗ് ആണ്, അതും വിത്ത് പ്രോപ്പർ സ്പീഡ് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ. ആ ഒരു സെൻറ്റൻസിൽ ഏത് ഫീലിംഗ് ആണോ, ഇമോഷൻ ആണോ, എന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ഒരു എക്സ്പ്രഷൻസോട് കൂടിയിട്ട് നമ്മൾ സ്മൂത്തായിട്ട് പ്രോപ്പർ സ്പീഡോട് കൂടി റീഡ് ചെയ്യുക അല്ലേ. വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ടു മച്ച്, വലിയൊരു പോസുകളൊന്നും വരാതെ സ്മൂത്ത് ഒരു മോഡറേറ്റ് സ്പീഡിൽ റീഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കമ്പണൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദി മേജർ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്. റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്സ് us ഇൻ ഡെയിലി ലൈഫ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് റീഡിങ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? അതിൻ്റെ ഡേ ടു ഡേ ലൈഫിലും പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റീഡിങ്ങിനുള്ളത് നോക്കാം. ഹെൽപ്പ് us ഇൻ ഡെയിലി ലൈഫ് അല്ലേ. റീഡിങ് ഇമ്പോർട്ടൻസ് വരാനുള്ളൊരു കാര്യം ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡേ ടു ഡേ ലൈഫിൽ. റീഡിങ് നോട്ടീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഫോംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും ഫോംസ് ആണെങ്കിലും ഏതെങ്കിലും പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം റീഡിങ്ങിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റ് റീഡ് ചെയ്യുന്നത്, നോട്ടീസ് റീഡ് ചെയ്യുന്നതൊക്കെ നോട്ടീസൊക്കെ നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഹെൽപ്പ് us ഇൻ ഡെയിലി ലൈഫ്. ഇംപ്രൂവ് ലാംഗ്വേജ് നോളജ് അല്ലേ. റീഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ലാംഗ്വേജ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കൂ നിങ്ങൾ ഏതൊക്കെ വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് സ്കിൽ. നല്ലൊരു റീഡേഴ്സിന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ, റൈറ്റർ ആവാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പം ലാംഗ്വേജ് സ്കില്ല്, ലാംഗ്വേജ് നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ പറയുന്ന റീഡിങ് നമ്മളെ സഹായിക്കും. റീഡിങ്ങിലൂടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യും, ഗ്രാമാറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, റൈറ്റിംഗ് സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഇംപ്രൂവ് ലാംഗ്വേജ് നോളജ്. മറ്റൊന്നാണ് എൻഹാൻസേഴ്സ് തിങ്കിങ് സ്കിൽസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അപ്പം റീഡിങ് സ്കില്ല് ഇതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് സ്കില്ലിനെയും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ നമ്മൾ ഒരുപാട് റീഡ് ചെയ്യുന്നതിനനുസരിച്ചത് നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കും. അതുവഴി നമുക്ക് തിങ്കിങ് സ്കില്ലും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയൊക്കെ എൻഹാൻസ് ചെയ്യും, കൂടുതലായിട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കും. മേക്ക് us മോർ ഇൻഫോംഡ് ആൻഡ് ആക്റ്റീവ് സിറ്റിസൺസ്. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് റീഡിങ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരാനും ഇത് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പം കൂടുതൽ ഇൻഫോംഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഒരു ലോകത്തിനെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും രാജ്യത്തിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു ആക്റ്റീവ് സിറ്റിസൺ ആയിട്ട് മാറാനും ഇത് സഹായിക്കും. കണക്ട് us വിത്ത് ഐഡിയാസ്, കൾച്ചർ ആൻഡ് എക്സ്പീരിയൻസസ് ബിയോണ്ട് അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് അല്ലേ. അതുപോലെ തന്നെ ഈ റീഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വ്യത്യസ്ത കൾച്ചറിനെ കുറിച്ചും ഓരോ രാജ്യത്തും കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഓരോ സൊസൈറ്റിയിലും വരുന്ന ഡിഫറെൻറ്റ് ഐഡിയാസിനെയും അതുപോലെ തന്നെ അത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിയർ ബൈ സറൗണ്ടിങ്സിന് അപ്പുറത്തേക്ക് അല്ലെ മറ്റു രാജ്യങ്ങളിലും മറ്റു കൾച്ചറിലൊക്കെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസുകളും കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും ഐഡിയാസിനെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ റീഡിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് പ്രധാനമായിട്ടും 3 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ്, അതുപോലെ തന്നെ മറ്റൊന്ന് വാട്ട് ആർ ദ മേജർ കമ്പണൻസ് ഓഫ് റീഡിംഗ്, ദെൻ വാട്ട് ഈസ് റീഡിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.